കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സെബാസ്റ്റ്യനച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഉയർപ്പ് തിരുനാളിന്റെ സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. സൂപ്പറായിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. നൈസായിട്ടൊന്ന് ഈശോയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു. ഈസ്റ്റർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? പ്രൈസ് ദി ലോർഡ്. കരുണയുടെ തിരുനാളൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? ആഘോഷിച്ചു. കുറച്ചു പേരെങ്കിലും തിരുനാളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. പോപ്പിന്റെ അടക്കമൊക്കെ കഴിഞ്ഞിട്ട് നടത്താം അല്ലേ? പയ്യാവൂരുകാരൊക്കെ തിരുനാൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം യേശുനാമമാണ്. നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? രൂപാന്തരീകരണമാണ്. നമ്മൾ ആരായി മാറിക്കൊണ്ടിരിക്കുകയാണ്? ഈശോയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിൽ അച്ഛൻ കഴിഞ്ഞ ദിവസം ഈശോ, ദിവ്യകാരുണ്യ ഈശോ ഒരു വൈദികന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം അച്ഛനിടക്ക് വായിക്കാറുണ്ട്. ഇൻസിനു ജീസസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഈശോയുടെ തിരുഹൃദയത്തിൽ, അതായത് നിരന്തര ദിവ്യകാരുണ്യ ആരാധന നടത്തിയ ഒരു ബെനഡിക്റ്റൻ വൈദികന്, ഡൊമിനിക്കൻ വൈദികന് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം ഇങ്ങനെയാണ്. ഈശോ പറയുകയാണ്, ഓരോ ദിവ്യബലി അർപ്പിക്കുമ്പോഴും ദിവ്യബലി അർപ്പിക്കുന്ന വൈദികനും ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ രൂപം കൈവരുന്നുണ്ട് എന്നതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇത്. ആര് കാണുന്നുണ്ട്? പിതാവായ ദൈവം കാണുന്നുണ്ട്. നമ്മൾ കുർബാന ചൊല്ലുമ്പോൾ നമ്മൾ ആരായി തീരുന്നു? ക്രിസ്തുവായി തീരുന്നു എന്നത് ആര് കാണുന്നു? പിതാവായ ദൈവവും കാണുന്നുണ്ട്, മാലാഖമാരും അത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് കാണാത്തതായിട്ട് ആരാ ഉള്ളത്? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും ഓരോ ദിവ്യബലിയിലും നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ ഈ യാഥാർത്ഥ്യം ഹൃദയത്തിൽ അനുഭവിക്കണം. നമ്മൾ കാണുന്നില്ലെങ്കിലും ദൈവം കാണുകയാണ്. നമ്മളിൽ ക്രിസ്തു ചൈതന്യം, ക്രിസ്തു വ്യക്തിത്വം രൂപപ്പെടുന്നു എന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ പഞ്ചക്ഷതങ്ങൾ സ്വീകരിക്കുന്നു എന്ന് അതിനെക്കുറിച്ച് പറയാറുണ്ട്. ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം, ഇല്ലേ? ശരീരത്തിൽ പഞ്ചക്ഷതം സ്വീകരിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആത്മാവിൽ പഞ്ചക്ഷതങ്ങൾ സ്വീകരിക്കുക എന്നത്. ഹല്ലേലൂയ. അമ്മ ത്രേസ്യയ്ക്ക് ഈ പഞ്ചക്ഷതങ്ങൾ, 5 ക്ഷതങ്ങളും കിട്ടിയത് അവളുടെ ഹൃദയത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു ഭാഗ്യം തന്നിരിക്കുകയാണ്, നമ്മുടെ ആത്മാവിൽ പഞ്ചക്ഷതങ്ങൾ സ്വീകരിക്കാൻ. അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്രിസ്തു ചൈതന്യത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രൂപാന്തരീകരണ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന
ആ പ്രക്രിയയെ വേഗത്തിലാക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾ ഈ കുറച്ച് മാസങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ ജനുവരി മാസം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണത്? യേശുനാമം. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി നമ്മുടെ ഉള്ളിൽ ഈ ക്രിസ്തു ചൈതന്യം രൂപപ്പെടുന്നതിന്റെ വേഗത അത് കൂടും. ഹല്ലേലൂയ. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും അത് എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? വേഗത്തിൽ അല്ലേ? നമ്മൾ റോഡ് പണി നടക്കുന്നു, പാലം പണി നടക്കുന്നു, പോട്ടെ, നിങ്ങളുടെ വീട് പണി നടക്കുന്നു. എങ്ങനെ അത് നടക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വേഗത്തിൽ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് നടത്തുന്നു, ആ രോഗം എങ്ങനെ മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? വേഗത്തിൽ മാറണമെന്നാണ്, അല്ലേ? നമ്മൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നു, ഈ പരീക്ഷ എങ്ങനെ പാസ്സാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? സ്വരൂല്ലേ? വേഗത്തിൽ. നമ്മളൊരു വിസ പ്രോസസ്സിങ്ങിന് കൊടുക്കുന്നു, അതെങ്ങനെ നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അല്ലെ? നമ്മളൊരു കല്യാണാലോചന തുടങ്ങുന്നു, കൊച്ചിന്റെ കല്യാണം നടത്തണമെന്ന് ആലോചിക്കുന്നു, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കിതൊന്നും താല്പര്യമില്ലേ? സ്വരമൊന്നും കേൾക്കുന്നില്ലല്ലോ. എങ്ങനെ നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളൊരു വണ്ടി കയറി ഇരിക്കുന്നു, ഈ വണ്ടി എങ്ങനെ പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നോർമലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുപോലെ ദൈവം നമ്മുടെ ഉള്ളിൽ ഈ ക്രിസ്തു ചൈതന്യം വേഗത്തിൽ രൂപപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെപ്പോഴെങ്കിലും നടന്നാ മതിയെന്നല്ല, ശുദ്ധീകരണ സ്ഥലത്തിൽ പോയൊരു 100 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നടന്നാ മതിയെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ചൈതന്യം വേഗത്തിൽ നടക്കണം. മറ്റുള്ളവര് നന്നാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എന്റെ കൊച്ചിന് വേഗത്തിൽ ഒരു മാനസാന്തരം എന്റെ ഭർത്താവിന് വേഗത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകണമേ. പക്ഷെ നമ്മുടെ മാനസാന്തരം പതുക്കണം. നമ്മുടെ ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവർ വേഗത്തിൽ നന്നാകണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മിൽ ക്രിസ്തു ചൈതന്യം അതിന്റെ പൂർണ്ണത വേഗത്തിൽ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എന്ന് പറയുന്ന അമ്മ ത്രേസ്യയുടെ കുമ്പസാരക്കാരനായിരുന്ന വിശുദ്ധൻ, നമ്മുടെ അങ്ങേ അറ്റത്ത് സിസ്റ്ററൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന വിശുദ്ധൻ, ഉണ്ണീശോയുടെ വലതുവശത്ത് നിൽക്കുന്ന വിശുദ്ധൻ, തന്റെ ആധ്യാത്മിക ദൈവശാസ്ത്രം എഴുതിയപ്പോൾ അതിന്റെ ആരംഭത്തിൽ തന്നെ ഒരു കാര്യം എഴുതി വെച്ചു: പുണ്യപൂർണത പ്രാപിക്കണമെന്നും അത് വേഗത്തിൽ പ്രാപിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. എന്താണ്? എന്ത് പ്രാപിക്കണം? പുണ്യപൂർണത പ്രാപിക്കണമെന്നും അത് വേഗത്തിൽ പ്രാപിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? പുണ്യപൂർണത. അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലേ? ഉള്ളവരൊക്കെ ഒന്ന് കൈവക്കും. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒന്നും ഇല്ലെന്നോ? കൈകൾ ഉയർത്തി വീശ് കൈയടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് നമുക്ക് എന്താഗ്രഹമുണ്ട്? ഒന്ന് വായ തുറന്ന് സ്വരത്തിൽ പറയാവോ? കുറച്ചുകൂടി ആളൊക്കെ ഉണ്ടല്ലോ, കുറച്ചുകൂടി ശബ്ദത്തിൽ പറഞ്ഞേ. പുണ്യപൂർണത പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ. പുണ്യപൂർണത പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വിശുദ്ധനായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തിരിക്കുന്ന ആൾക്ക് ക്ഷയിക്കാൻ കൊടുത്തിട്ട് പറ: ഒരു വിശുദ്ധയായി തീരണമെന്ന് ഞാൻ സത്യമായും ആഗ്രഹിക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു.
പ്രിയപ്പെട്ടവരെ, ഈ പഠനങ്ങളെല്ലാം, ഇവിടെ നടക്കുന്ന പഠനങ്ങൾ, പ്രഭാഷണങ്ങൾ എല്ലാം എന്ത് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? പുണ്യപൂർണത പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേവലം രോഗം മാറണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. കേവലം കച്ചവടം, വസ്തു ഇടപാട് നടക്കണം. അച്ഛൻ എന്ത് വേണേലും പറഞ്ഞു, എനിക്ക് വസ്തു ഇടപാട് നടന്നാൽ മതി. അച്ഛൻ എന്ത് വേണേലും പറഞ്ഞു, എന്റെ കൊച്ചിന്റെ കല്യാണം നടന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാതത്തിൽ നമ്മുടെ ആദ്യത്തെ സെഷനിൽ തപാസ്നച്ചൻ ആനന്ദത്തിന്റെ ഫലത്തെ കുറിച്ച് പറഞ്ഞത് ആർക്ക് വേണ്ടിയുള്ളതാണ്? നമുക്ക് വേണ്ടി. പുണ്യപൂർണത പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പോ പറയാൻ പോകുന്ന ആർക്ക് വേണ്ടിയുള്ളതാണ്? പുണ്യപൂർണത പ്രാപിക്കണമെന്ന്. ചില കൊച്ചുങ്ങൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഫുൾ A+ കിട്ടണം. ഫുൾ A+. അത് മാത്രം ആഗ്രഹിച്ച് വന്നിട്ടുള്ളവർക്ക് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോ ഒരു കഴിഞ്ഞില്ലേ എന്ന് തോന്നി. അച്ഛൻ മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ട്, അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദാഹം പുണ്യപൂർണത പ്രാപിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വിശുദ്ധനായി തീരണം, വിശുദ്ധയായി തീരണം, ദൈവത്തെ പോലെ ആയിത്തീരണം, എനിക്ക് രൂപാന്തരീകരണം സംഭവിക്കണം, ഞാൻ മഹത്വപ്പെടണം, എനിക്ക് ഈശോയെ പോലെ ആകണം എന്ന ഒരു തീവ്രമായ പുണ്യപൂർണതയ്ക്ക് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം അച്ഛനെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ദാഹത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. കരമടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഒരു മിനിറ്റ് പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച്, ഇരുന്നുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ചിട്ട് കരങ്ങൾ ഉയർത്തി ഈ പുണ്യപൂർണതയ്ക്ക് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഹൃദയത്തിൽ അത് വലുതാകുന്നതിന് വേണ്ടി, അത് ആ ദാഹം തന്നെ വളരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഇനി രണ്ടാമതായി, ഈ ദാഹം എപ്പോഴെങ്കിലും പുണ്യപൂർണത പ്രാപിച്ചാൽ മതിയെന്നല്ല, ഇത് വേഗത്തിൽ, ശരിക്കും ആ ദാഹമുള്ളപ്പോൾ നമുക്കൊരു സാധനം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ആ ആഗ്രഹം ശക്തമായി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദാഹിക്കും, ഇല്ലേ? റൈറ്റ്? നമ്മളൊരു വീട് കണ്ടു, ഒരു വീട് വാങ്ങിക്കാൻ നടക്കുന്ന ഒരാള് ഒരു നല്ല വീട് കണ്ടു, ആ വീട് ഇഷ്ടപ്പെട്ടു, വില ഒക്കെ പറഞ്ഞതൊക്കെ ഓക്കെയാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ അയാളുടെ തിടുക്കം മുഴുവൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അയാൾ രാത്രി കിടക്കുമ്പോ എന്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്? അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കുമ്പോ എന്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്? യാത്ര ചെയ്യുമ്പോ എന്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്? കുളിക്കുമ്പോ പോലെ എന്തിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്? ആ വീട് എങ്ങനെയെങ്കിലും എടുക്കണം. പ്രിയപ്പെട്ടവരെ, പുണ്യപൂർണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് എന്തു ചെയ്യുമ്പോഴും ആ ആത്മാവിന്റെ ഉള്ളിൽ എന്തായിരിക്കും ചിന്ത? ആ പുണ്യപൂർണത എനിക്ക് വേഗത്തിൽ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രഭാഷണം മുഴുവൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പുണ്യപൂർണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അത് വേഗത്തിൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും. ഹല്ലേലൂയ. ഇനി അങ്ങനെ പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കാൻ സ്വർഗം തന്നിട്ടുള്ള ഒരായുധമാണ് യേശുനാമം. ഹല്ലേലൂയ. ആ യേശുനാമത്തെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒത്തിരിയേറെ ആഴങ്ങൾ നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ
പദ്ധതികളോടും ആഗ്രഹങ്ങളോടും വികാരങ്ങളോടും നമ്മൾ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അത് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നത്. യേശുവിന്റെ പദ്ധതികളെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. യേശുവിന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഈശോയുടെ ആഗ്രഹം, നമ്മളെല്ലാവരും ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ദാഹിക്കണമെന്നും ഈശോയുടെ കരുണയുടെ സാന്നിധ്യമായി നമ്മൾ മാറണമെന്നും ഈശോയുടെ കരുണയിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കണം എന്നുമുള്ള ABC 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാ പറഞ്ഞത്? ABC. A for ask. എന്താണ് ആസ്ക്? ചോദിക്കുക. എന്ത് ചോദിക്കുക? കരുണയ്ക്ക് വേണ്ടി ചോദിക്കുക. ആർക്കൊക്കെ വേണ്ടി? എനിക്ക് വേണ്ടിയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ആസ്ക്. എ. ബി. എന്താണ് ബി? ബി മേഴ്സിഫുൾ. നീ ചോദിച്ചാ മാത്രം പോരാ, നീ മറ്റുള്ളവർക്ക് കരുണയുള്ളവൾ ആയിരിക്കണം. ബി മേഴ്സിഫുൾ ആണ് AB. സി കംപ്ലീറ്റ് ട്രസ്റ്റ്. വെറുതെ കർത്താവ് തന്നാ തന്നു, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലല്ല. കംപ്ലീറ്റ് ട്രസ്റ്റ്. കർത്താവ് ഞാൻ ആരാണെങ്കിലും എന്താണെങ്കിലും, ഞാൻ എത്ര അല്ലേ, എന്താണ് എത്ര കേട്ടാ എന്ത് പറയും? എത്ര തറ അല്ലേ, നമ്മൾ എത്ര ചള്ളാണെങ്കിലും അല്ലേ, അങ്ങനെ ഒരു വാക്കില്ലേ, നമ്മൾ എത്ര കൊള്ളുവരുതാത്തവരാണെങ്കിലും, നമുക്ക് പത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം, ആണെങ്കിലും കർത്താവിന്റെ കരുണയിൽ നമുക്ക് കംപ്ലീറ്റ് ട്രസ്റ്റ് ഉണ്ടാകണം. അത് കർത്താവ് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ്. ABC. ആസ്ക്, ബി മേഴ്സിഫുൾ, ഹാവ് കംപ്ലീറ്റ് ട്രസ്റ്റ്. അപ്പോൾ അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. ഇന്ന് ഈശോയുടെ മറ്റൊരാഗ്രഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പറയുമ്പോൾ വിഷമം തോന്നുന്ന, പ്രയാസം തോന്നുന്ന ഈശോയുടെ ഒരാഗ്രഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലേ, നമുക്ക് വിഷമം തോന്നുന്ന ആഗ്രഹങ്ങൾ ഈശോയ്ക്ക് ഉണ്ട് എന്നതാണ്. എന്താണ് ആ ആഗ്രഹം? നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് ഈശോ ആഗ്രഹിക്കുന്നത്? ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറയാം, നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഈശോയുടെ ഈ ആഗ്രഹം കേട്ടപ്പോൾ വിഷമം തോന്നിയോ? ഇല്ല, കുറച്ച് കഴിയുമ്പോൾ തോന്നിക്കോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇവിടെ അടുത്ത് പരിയാരത്ത് കൈതപ്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഓട്ടോ ഡ്രൈവറെ, രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവറെ മാർച്ച് മാസം 20-ാം തീയതി സന്തോഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ വെടിവെച്ചു കൊന്നു. നമ്മുടെ പരിയാരത്ത് ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാര്യ മിനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ ഇന്നത്തെ പത്രത്തിൽ മലയാള മനോരമയുടെ 3-ാം പേജിലുള്ള ഒരു വാർത്തയാണ് അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അച്ഛൻ മൊത്തത്തിൽ 5 മിനിറ്റ് പേപ്പർ വായിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും 5 മിനിറ്റ് വായിക്കാം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മിനിക്ക് സന്തോഷമായി പരിചയമുണ്ടായിരുന്നുവെന്നും അവർ സുഹൃത്തുക്കളായിരുന്നുവെന്നും അവർ തമ്മിലുള്ള ഗൂഢാലോചനയുടെ പുറത്താണ് ഈ സന്തോഷ് മിനിയുടെ ഭർത്താവായ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്നത് എന്നുമുള്ള നിഗമനത്തിലാണ് ഏറ്റവും ഒടുവിൽ പോലീസ് എത്തിയിരിക്കുന്നത്.
പരിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട, വിശുദ്ധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട ദമ്പതികൾക്ക് വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ, ഒരു ജീവിത പങ്കാളി, രണ്ടുപേരിൽ ഒരാൾക്ക് തന്റെ ഹൃദയത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ, ഒരാൾക്ക് മരണവും മറ്റേയാൾക്ക് ജയിലും കിട്ടുകയാണ്. നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അച്ഛൻ ഈ പ്രഭാഷണം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി അച്ഛൻ മുറിയുടെ പുറത്തേക്ക് വന്നപ്പോൾ ഒരു കുട്ടി അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് സംസാരിക്കണം. അപ്പോൾ ഒരു പ്രത്യേക കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ പരിശ്രമിച്ചു, എൻ്റെ ജീവിതം പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ മകള് പറയുമ്പോൾ അച്ഛന്റെ മനസ്സിൽ ഇത് അച്ഛൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന വിഷയം ഇങ്ങനെ കടന്നു പോവാ. അപ്പൊ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ മകൾ ഒരു തെറ്റായ, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, തെറ്റായ ബന്ധത്തിലും തെറ്റായ ജീവിത രീതിയിലും കൂടെ കടന്നു പോവുകയാണ്. എന്തൊക്കെയാണ് എന്നത് പറയാനായിട്ട് വിഷമമുള്ളത് കൊണ്ട് അച്ഛനത് പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക. ഒരു തിന്മ പ്രവർത്തിക്കുന്നു, ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൗഹൃദത്തിൽ ഇവൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ മക്കൾ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല, ഞാൻ പരീക്ഷ വിജയിക്കാൻ പ്രാർത്ഥിക്കണം. കർത്താവ് പറയുന്നു, നീ പരീക്ഷ വിജയിക്കുന്നതിന് മുൻപ് നിന്റെ ജീവിതത്തിൽ നീ വിശുദ്ധി സൂക്ഷിക്കുക. 20 വയസ്സുള്ള ഒരു മകൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. എന്ത് പറ്റി? ഞാൻ ഒരു സഹോദരിക്ക് വിവാഹ വാഗ്ദാനം ചെയ്തു. അച്ഛൻ പറഞ്ഞു, അതിനിപ്പോ തെറ്റൊന്നുമില്ല മോനെ, നീ അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ ആ വാഗ്ദാനം സൂക്ഷിച്ചാ മതി. അല്ല, ഞാൻ പ്രോമിസ് കൊടുത്തിട്ട് എന്ത് പറ്റി? പക്ഷെ ആ സഹോദരിക്ക് 28 വയസ്സുണ്ട്. നിനക്കെത്ര വയസ്സുണ്ട്? 20. എന്ന് മാത്രമല്ല വാഗ്ദാനം കൊടുത്തു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട, വിവാഹ ജീവിതത്തിന് വേണ്ടി സൂക്ഷിക്കേണ്ട നിധികൾ പലതും രണ്ടുപേരുടെയും നഷ്ടപ്പെടാൻ ഇടവരുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം? അച്ഛനെന്ത് പറയും? പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് ദൈവം ഇപ്പൊ പൊള്ളാൻ തുടങ്ങിയ നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം നമ്മെ പൊള്ളിക്കുന്ന ഒരാഗ്രഹമാണ്, നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരാഗ്രഹമാണ്, നമ്മെ ഇളക്കി മറിക്കുന്ന ഒരാഗ്രഹമാണ്, നമ്മെ കണ്ണീര് കുടിപ്പിക്കുന്ന ഒരാഗ്രഹമാണ്. അപ്പോൾ ദൈവത്തിന് എന്തിനാണ് നമ്മെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്ന, നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരാഗ്രഹം കർത്താവ് കൊണ്ടു നടക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അപരന്റെ കണ്ണീര് വീഴാതിരിക്കാൻ വേണ്ടിയാണ് എന്നാണ് അതിന്റെ ഉത്തരം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ കാലികമായി ഒത്തിരിയേറെ പ്രസക്തമായ ഈശോയുടെ ഒരു ആഗ്രഹത്തെ കുറിച്ച്, വചനം പഠിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ തിരുവചനത്തിൽ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ തിരുവചനം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളുടെ പിതാവ്
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി അച്ഛൻ 2 വാക്കുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന്, ഈശോയുടെ ദൈവത്തിന്റെ ഷെയർഡ് ആട്രിബ്യൂട്ട്സ് എന്നും അൺഷെയർഡ് ആട്രിബ്യൂട്ട്സ് എന്നും പറയുന്ന 2 ദൈവത്തിന്റെ ഗുണങ്ങളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ ഗുണങ്ങളെ 2ആയിട്ട് തിരിക്കുകയാണ്. ഒന്ന്, പങ്കുവയ്ക്കപ്പെടുന്ന ഗുണങ്ങൾ, അതിനെയാണ് ഷെയർഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. എന്താണ് ഷെയർഡ് ആട്രിബ്യൂട്ട്സ്? പങ്കുവയ്ക്കപ്പെടുന്ന ഗുണങ്ങൾ. മറ്റേത് അൺഷെയർഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കപ്പെടാത്ത ഗുണങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് പങ്കുവയ്ക്കുന്ന ഗുണങ്ങളുമുണ്ട്, പങ്കുവയ്ക്കപ്പെടാത്ത ഗുണങ്ങളുമുണ്ട്. എന്താണ് പങ്കുവയ്ക്കപ്പെടാത്ത ഗുണങ്ങൾ? ഒന്ന്, വിശുദ്ധി പങ്കുവയ്ക്കുന്ന ഗുണമാണ്. അത് പറയാം. പങ്കുവയ്ക്കപ്പെടാത്ത ഗുണങ്ങളാണ് ദൈവം സർവജ്ഞാനിയാണ്, ഒംനീഷ്യൻ എന്ന് പറയും. ദൈവത്തിന് എല്ലാം അറിയാം. ദൈവത്തിന്റെ ഈ സർവജ്ഞാനം എന്ന് പറയുന്ന ഗുണം എന്ത് ചെയ്യുന്നില്ല? പങ്കുവയ്ക്കുന്നില്ല. ദൈവം സർവജ്ഞാനിയായതുപോലെ നിങ്ങളും സർവജ്ഞാനിയാകണമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഗുണം പങ്കുവയ്ക്കപ്പെടാത്ത ഗുണമാണ്. ദൈവം എല്ലായിടത്തും സന്നിഹിതനാണ്. ദൈവം ഓംനിപ്രസന്റ് ആണ്. ദൈവം എല്ലായിടത്തും സന്നിഹിതനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലായിടത്തും സന്നിഹിതരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ദൈവത്തിന്റെ സർവവ്യാപിത്വം എന്ന് പറയുന്ന ഗുണം പങ്കുവയ്ക്കപ്പെടാത്ത ഗുണമാണ്. ദൈവം സർവശക്തനാണ്, ഓൾമൈറ്റിയാണ്, എല്ലാം ചെയ്യാൻ കഴിയുന്നവനാണ്. ദൈവം സർവശക്തനായിരിക്കുന്നത് പോലെ നിങ്ങളും സർവശക്തരായിരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ആ സർവശക്തി എന്ന് പറയുന്നത് പങ്കുവയ്ക്കപ്പെടാത്ത ദൈവത്തിന്റെ ഗുണമാണ്. ഹല്ലേലൂയ. അപ്പൊ അത്രയും മതി. ഇനി ദൈവത്തിന്റെ പങ്കുവയ്ക്കപ്പെടുന്ന ഗുണങ്ങളുണ്ട്. അതിനെയാണ് ഷെയർഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധി. ദൈവം പറയുകയാണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. അതായത് തന്റെ പരിശുദ്ധിയിൽ ദൈവം നമ്മെ ഷെയറുകാരാക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. മറ്റൊരു ആട്രിബ്യൂട്ട്സ് ആണ് സ്നേഹിക്കുക. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. എന്റെ സ്നേഹത്തിൽ നിങ്ങളും പങ്കുകാരാകുക. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ. എന്റെ ക്ഷമയിൽ നിങ്ങളും പങ്കുകാരാകുക. അപ്പോ ഷെയർഡ് ആട്രിബ്യൂട്ട്സ്, അൺഷെയർഡ്. നമ്മൾ ദൈവത്തെ പോലെ ആകുക എന്ന് പറയുമ്പോൾ വചനം ഉദ്ദേശിക്കുന്നത് നമ്മളുമായി ദൈവം പങ്കുവയ്ക്കുന്ന ഈ ഷെയർഡ് ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ പരിശുദ്ധി, സ്നേഹം, ക്ഷമ, വിനയം, വിശുദ്ധി, ഇതിലെല്ലാം നമ്മൾ പങ്കുകാരാവുക എന്നതാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നമ്മൾ ഈശോയെ പോലെ ആകുക എന്ന് പറയുമ്പോൾ വചനം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈശോയെ പോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുക എന്നതല്ല, ഈശോയെ പോലെ എല്ലാം അറിയുക എന്നതല്ല, ഈശോയെ പോലെ പിന്നെന്താണ് സർവശക്തനായിരിക്കുക എന്നതല്ല, ഈശോയെ പോലെ വിശുദ്ധനായിരിക്കുക എന്നതും, ഈശോയെ പോലെ സ്നേഹിക്കുക എന്നതും, ഈശോയെ പോലെ ക്ഷമിക്കുക എന്നതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ ക്രിസ്തുവായി രൂപാന്തരം പ്രാപിച്ച ഒരാൾക്ക്
മരിച്ച ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടാകണമെന്നില്ല. ക്രിസ്തുവായി രൂപാന്തരം പ്രാപിച്ച ഒരാൾക്ക് രോഗിയെ സുഖപ്പെടുത്താനുള്ള ശക്തി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ. പക്ഷേ ഈശോയെ പോലെ പരിശുദ്ധനായിരിക്കണമെന്നും ഈശോയെ പോലെ സ്നേഹിക്കണമെന്നും ഈശോയെ പോലെ ക്ഷമിക്കണമെന്നും നിർബന്ധമുണ്ട്. ഹല്ലേലൂയ. കിട്ടുന്നുണ്ടോ? മുന്നോട്ട് പോയിക്കോട്ടെ. യെസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ആമുഖം. വിശുദ്ധിയെ കുറിച്ചുള്ള പ്രഭാഷണത്തിന്റെ ആമുഖമാണ് അച്ഛൻ നിങ്ങളുമായി പങ്കുവച്ചത്. പ്രിയപ്പെട്ടവരെ, യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. യെശയ്യാ 6:3 വായിക്കാം. അവർ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ്, പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ദൈവത്തെ കുറിച്ച് പറയുകയാണ്. മാലാഖമാർക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, ദൈവത്തെ കുറിച്ച് വായ തുറന്നാൽ എന്താണ് പറയാനുള്ളത്? പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹല്ലേലൂയ. ബൈബിളിൽ പരിശുദ്ധി എന്ന വാക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നു എന്ന് കാണുകയും 7-ാം ദിവസം അവിടുന്ന് തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ശ്രദ്ധിക്കണേ, ആരാണ് പരിശുദ്ധൻ? ദൈവമാണ് പരിശുദ്ധൻ. പരിശുദ്ധനായ ദൈവം ഒരു ദിവസത്തെ പ്രത്യേകമായി വിശുദ്ധമാക്കി. ദൈവത്തിന്റെ പരിശുദ്ധി ഒരു ദിവസത്തിലേക്ക് പ്രത്യേകമായി ദൈവം ഷെയർ ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദിവസം പരിശുദ്ധമായതിനെ കുറിച്ചുള്ള സൂചനയാണ് സാബത്ത് ദിവസം. ഒരു ദിവസം പരിശുദ്ധമാക്കി മാറ്റിയതിന്റെ സൂചനയാണ് ഉൽപ്പത്തി 2:3 ഒരു സ്ഥലത്തെ പരിശുദ്ധമാക്കി മാറ്റുന്നതിന്റെ സൂചനയാണ് പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിലുള്ളത്. വായിക്കാം. പുറപ്പാട് അധ്യായം 3:5 വായിക്കാം. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പഴിച്ച് മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. കൈയടിച്ച് നന്ദി പറയാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പഴിച്ച് മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം പരിശുദ്ധനാണ്. ഒരു ദിവസത്തെ ദൈവം പരിശുദ്ധമാക്കി മാറ്റി. എന്തുകൊണ്ടാണ് ആ ദിവസം പരിശുദ്ധമായി മാറിയത്? ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ്. ഒരു സ്ഥലത്തെ കുറിച്ച് ദൈവം പറയുകയാണ്, ആ സ്ഥലം പരിശുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ സ്ഥലം പരിശുദ്ധമായതുകൊണ്ട്, ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ആ സ്ഥലം പരിശുദ്ധമാകുന്നത്. ആ സ്ഥലം പരിശുദ്ധമാകുന്നത് കൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീയും പരിശുദ്ധനായി തീരേണ്ടതിന് നിന്റെ അഴുക്ക് അഴിച്ചു മാറ്റുക. അയ്യടിച്ചെന്നേ പറയാം. മോശയോട് ദൈവം എന്തഴിച്ചു മാറ്റാനാണ് പറഞ്ഞത്? നിന്റെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ അഴുക്ക്. നമ്മൾ എവിടെയൊക്കെ ചവിട്ടി നടക്കുന്നുണ്ടോ, ആ ചവിട്ടി നടക്കുന്ന സ്ഥലങ്ങളിലെ എല്ലാം അഴുക്ക് പറ്റിച്ചേരുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്?
ചെരുപ്പൻ. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ അഴുക്കഴിച്ച് മാറ്റുക, കാരണം നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് അഴിച്ചു മാറ്റാതെ ഇവിടെ നിൽക്കാൻ പറ്റല്ലേ? ഇല്ല. ഈ അഴുക്കഴിച്ച് മാറ്റാതെ പരിശുദ്ധന്റെ മുൻപിൽ പരിശുദ്ധമായ സ്ഥലത്ത് നിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം പുറപ്പാട് മുതൽ വെളിപ്പെട്ട് കിടക്കുകയാണ്. നീ നിന്റെ പാപത്തെ അഴിച്ച് മാറ്റുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എസെക്കിയേലിന്റെ പുസ്തകം 39-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. ദൈവം പരിശുദ്ധനാണ്. വായിക്കാം. എന്റെ ജനമായ ഇസ്രായേലിന്റെ മധ്യേ എന്റെ പരിശുദ്ധ നാമം ഞാൻ വെളിപ്പെടുത്തും. എന്റെ പരിശുദ്ധ നാമം ഇനി ഒരിക്കലും അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനാണ് ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവെന്ന് ജനതകൾ അറിയും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് തന്നെ കുറിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഈ ഒറ്റ സെന്റൻസിൽ തന്നെ. എസെക്കിയേൽ 39:7 എന്ന് പറയുന്ന ഒറ്റ വാചകത്തിൽ തന്നെ 3 പ്രാവശ്യമാണ് ദൈവം തന്നെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പരിശുദ്ധൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മാറ്റി നിർത്തപ്പെട്ടവൻ എന്നാണ്. പരിശുദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം മാറ്റി നിർത്തപ്പെട്ടവൻ എന്നാണ്. നിങ്ങൾക്ക് ഹോളി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ അച്ഛനൊരു ഉദാഹരണം പറയാം. ഈ അൾത്താരയിൽ വിരിച്ചിരിക്കുന്ന തുണിക്ക് പറയുന്ന പേര് ഹോളി ക്ലോത്ത് എന്നാണ്. അച്ഛന്മാർ ഉടുക്കുന്ന വസ്ത്രത്തിന് വിളിക്കുന്ന പേര് പരിശുദ്ധമായ വസ്ത്രമെന്നാണ്, തിരുവസ്ത്രമെന്നാണ്. എന്താണ് ഈ വസ്ത്രത്തിന്റെ പ്രത്യേകത? ഇത് ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള വസ്ത്രമായതുകൊണ്ടാണ് ഇതിനെ തിരുവസ്ത്രം എന്ന് പറയുന്നത്. അൾത്താരയിൽ ഉപയോഗിക്കുന്ന പാത്രത്തിന് തിരുപാത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയുള്ളതിനൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്. ദൈവത്തെ മാറ്റി നിർത്തപ്പെട്ടവൻ എന്ന് വിളിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ്? ദൈവത്തെ ഇവിടെ ഉള്ളതൊക്കെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു, അതുകൊണ്ട് അത് പരിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇല്ലേ? ദൈവത്തെ പരിശുദ്ധൻ, മാറ്റി നിർത്തപ്പെട്ടവൻ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, പാരമ്പര്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്കറിയാം ചില മതാചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ ഒരു ദൈവത്തെ വെക്കുന്നു, ആ ദൈവത്തിന്റെ കൂടെ വേറൊരു ദൈവത്തെ വെക്കുന്നു, ഒരു ദേവതയെ വെക്കുന്നു, വേറൊരാളെ വെക്കുന്നു, 5-6 പേരെ ഒരുമിച്ച് വെക്കുന്നു, എല്ലാവരെയും ഒരുമിച്ച് വണങ്ങുന്നു, എല്ലാവർക്കും ഒരുമിച്ച് പൂജ കൊടുക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷേ യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോ ദൈവത്തെ കുറിച്ച് പറഞ്ഞു, ഞാൻ അങ്ങനെ ആരുടെയെങ്കിലും കൂടെ എവിടെയെങ്കിലും വയ്ക്കപ്പെടേണ്ടവനല്ല. ഞാൻ മാറ്റി നിർത്തപ്പെട്ടവനാണ്, മാറി നിൽക്കുന്നവനാണ്, ഞാൻ സവിശേഷതയുള്ളവനാണ്, ഞാൻ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ഞാൻ സ്പെഷ്യൽ ആണ്, ഞാൻ എബവ് ആണ്, ഞാൻ എല്ലാറ്റിന്റെയും മേൽ ഉയർന്നു നിൽക്കുന്നവനാണ് എന്നാണ് ഈ പരിശുദ്ധൻ 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 എന്ന് മാലാഖമാർ ഉദ്ഘോഷിച്ചപ്പോൾ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിന്നർത്ഥം അവൻ എല്ലാറ്റിന്റെയും മേൽ അധികാരമുള്ളവൻ, സ്പെഷ്യൽ ആയിട്ടുള്ളവൻ, മാറ്റി നിർത്തപ്പെട്ടവൻ, അധികാരമുള്ളവൻ, ഒരാൾക്കും തൊടാൻ പറ്റാത്തവൻ. മാറ്റി നിർത്തപ്പെട്ടവൻ ആരാണ്? ഒരാൾക്കും തൊടാൻ പറ്റാത്തവനാണ്. മാറി നിന്നിട്ട് അവൻ എല്ലാവരെയും തൊടുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അവൻ മാറ്റി നിർത്തപ്പെട്ടവനാണ്. അതുകൊണ്ട് നിനക്ക് അവനെ നിയന്ത്രിക്കാൻ പറ്റില്ല, അവൻ നിന്നെ നിയന്ത്രിക്കും. പരിശുദ്ധൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? മാറ്റി അവൻ നിർത്തപ്പെട്ടിരിക്കുകയാണ്. മാറി നിന്നിട്ട്
എല്ലാറ്റിനെയും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി മുഴുവൻ അവന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവൻ അവന്റെ ശക്തി നിറഞ്ഞിരിക്കുന്നു, അവന്റെ കൽപ്പനകൾ നിറഞ്ഞിരിക്കുന്നു, അവന്റെ ശാസനകൾ നിറഞ്ഞിരിക്കുന്നു. അവൻ പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കും. മാറ്റി നിർത്തപ്പെട്ടവന്റെ മഹത്വം, പരിശുദ്ധനായവന്റെ മഹത്വം ഭൂമി മുഴുവൻ, എവിടെയെങ്കിലും ഒരു മൂലയിലല്ല. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ, ഈശോയേ. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവനാണ്. മനുഷ്യന്റെ പാപഭംഗിലമായ, മനുഷ്യന്റെ ആസക്തികളാൽ കലുഷിതമായ വികാര വിചാരങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നവനാണ് ദൈവം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, ചില ദൈവസങ്കല്പങ്ങൾ തന്നെ രൂപപ്പെട്ടത് മനുഷ്യന്റെ ആസക്തികളിൽ നിന്നാണ്. ചില മതാചാരങ്ങൾ രൂപപ്പെട്ടത് മനുഷ്യന്റെ ആസക്തികളിൽ നിന്നാണെന്നേ. ഒരു ഉദാഹരണത്തിന്, ചില ആരാധനാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പുരുഷ വേശ്യാ സമ്പ്രദായവും സ്ത്രീകളായിട്ടുള്ള വേശ്യാ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ചില ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഈശോയുടെ കാലത്തിന് മുമ്പ് തന്നെ ഈ ബാൽദേവന്റെയും അക്ഷേരയുടെയും ഒക്കെ പ്രതിഷ്ഠകളുമായി ബന്ധപ്പെട്ട് ഇതാ ആ ആരാധനാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വ്യഭിചാരം ചെയ്യുന്ന രീതി ഉണ്ടായത് മനുഷ്യന്റെ ആസക്തികളിൽ നിന്ന് രൂപപ്പെട്ട മത ആചാരങ്ങളായിരുന്നു. ദൈവസങ്കല്പം മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന്, അവന്റെ ആസക്തികളിൽ നിന്ന് രൂപപ്പെടുകയാണ്. എന്ത്? ദൈവസങ്കല്പം. അങ്ങനെ രൂപപ്പെടുത്തിയ ദൈവസങ്കല്പങ്ങളുള്ള ഒരു നാട്ടിൽ കർത്താവ് പറയാണ്, ഞാൻ ഈ ഇതിൽ പെടുന്ന ആളല്ല, ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനാണ്, മുകളിലുള്ളവനാണ്, ഉയർന്നു നിൽക്കുന്നവനാണ്, പരിശുദ്ധനാണ്. നിന്റെ തിന്മ എന്നെ ബാധിച്ചിട്ടില്ല, ബാധിക്കുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം പരിശുദ്ധനാണെന്ന് ആവർത്തിച്ച് പറയുന്നതിന് പ്രിയപ്പെട്ടവരെ സാംസ്കാരികമായും പ്രസക്തി ഉണ്ടായിരുന്നു. സാമൂഹികപരമായും സാംസ്കാരികപരമായും മതപരമായും പ്രസക്തിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദൈവം പറഞ്ഞത്, ഞാൻ പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് എസെക്കിയേലിന്റെ പുസ്തകം 39:7 ദൈവം പറയുകയാണ്, കുറെ വിഗ്രഹങ്ങളുണ്ട്, കുറെ ദേവന്മാരുണ്ട്, കുറെ ദേവതകളുണ്ട്, പൂജാഗിരികളുണ്ട്, പക്ഷേ എന്റെ ജനമായ ഇസ്രായേലിന്റെ മധ്യേ എന്റെ പരിശുദ്ധ നാമം, എല്ലാറ്റിനും മേൽ ഉയർന്നു നിൽക്കുന്ന എനിക്ക് മാത്രമുള്ള നാമം ഞാൻ വെളിപ്പെടുത്തും. അത് അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സ്ഥലത്ത് മറ്റുള്ള വിഗ്രഹങ്ങളുടെ കൂടെ ചേർത്ത് വയ്ക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. വേറെ ഏതെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾക്കൊപ്പം വെച്ചുകൊണ്ട് എന്നെയും കൊണ്ടുവച്ചിട്ട് എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന രീതി ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ മാത്രമാണ് ദൈവം, ഞാൻ മാത്രമാണ് പരിശുദ്ധൻ, ഞാൻ പരിശുദ്ധനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എസെക്കിയേലിന്റെ പുസ്തകം 38:23 ഇതെല്ലാം, ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ആ കാലഘട്ടത്തിലും ഇപ്പോഴും വിപ്ലവാത്മകമായ പ്രസ്താവനകളാണെന്ന് ഓർത്തു വെച്ചോളണം. ഹല്ലേലൂയ. എസെക്കിയേൽ 38:23 വായിക്കാം. അങ്ങനെ അനേകം ജനതകളുടെ മുൻപിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഞാൻ ആരാണെന്ന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ചെങ്കടൽ വിഭജിക്കാൻ കഴിയുന്നവൻ, പാറയിൽ നിന്ന് വെള്ളം കൊടുക്കാൻ കഴിയുന്നവൻ, ആകാശത്ത് നിന്ന് മന്ന പൊഴിക്കാൻ കഴിയുന്നവൻ, രാത്രിയിൽ
അഗ്നിസ്തംഭമാകാൻ കഴിയുന്നവൻ, പകൽ മേഘത്തൂണാകാൻ കഴിയുന്നവൻ ഞാൻ ആരാണെന്ന് എന്നെ തന്നെ ഞാൻ വെളിപ്പെടുത്തും. തുടർന്ന് വായിച്ചേ. എന്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് സംശയമില്ലാതെ, ഒരു സംശയത്തിനും ഇടവരാതെ താൻ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് ദൈവം തന്നെ പറയുകയാണ്, ഞാൻ എന്റെ പരിശുദ്ധി വെളിപ്പെടുത്തും, ഞാൻ എന്റെ പരിശുദ്ധി വെളിപ്പെടുത്തും. ആവർത്തിച്ചുള്ള സ്റ്റേറ്റ്മെന്റാണ്. അതുകൊണ്ട് പത്രോസ് ശ്ലീഹ എഴുതുകയാണ്, 1 പത്രോസ് 1-ാം അധ്യായം 14 മുതൽ ഉള്ള വചനങ്ങൾ വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വായിച്ചു. ഒരു മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ അച്ഛൻ വായിച്ച ഒരു വാർത്ത, കുറച്ചു നാളുകൾക്ക് മുമ്പ് പട്ടിണി കിടന്ന് മരിച്ച തുഷാര എന്ന് പറയുന്ന ഒരു മകളെ കുറിച്ചുള്ള വാർത്തയാണ്. വിവാഹത്തിന് ശേഷം 5 വർഷങ്ങൾ ഈ മകൾ വീട്ടിൽ കിടന്ന് മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി അവളുടെ അമ്മയും സഹോദരനും ഒക്കെ കേസ് കൊടുത്തു. പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു. തുഷാരയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ ആമാശയത്തില് ഭക്ഷണത്തിന്റെ ഒരു തരി പോലുമില്ല. കണ്ടുപിടിച്ചു, കുറെ നാളുകളായിട്ട് ഈ മകളെ പട്ടിണിക്കിട്ടിരിക്കുകയായിരുന്നു. പട്ടിണി കിടന്ന് ഈ മകളുടെ വയറിന്റെ തൊലി അസ്ഥിയോട്, സ്പൈനൽ കോഡിനോട് ഒട്ടിച്ചേർന്ന് അസ്ഥികളൊക്കെ തള്ളി നിൽക്കുന്ന ഒരു 28 വയസ്സുള്ള മകൾക്ക് 21 കിലോഗ്രാം ഭാരമുള്ള ഒരവസ്ഥയിലേക്ക് മാറിയത് ഇവളെ പട്ടിണിക്കിട്ടത് കൊണ്ടായിരുന്നു. സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് 2 മക്കളുടെ അമ്മയായ ഈ തുഷാരയെ ആ കുടുംബം പട്ടിണിക്കിട്ട് കൊന്നു. അജ്ഞതയുടെ വ്യാമോഹങ്ങളുടെ ഒരു കാലം. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ കാലം തന്നെയാണ്. അജ്ഞതയുടെ വ്യാമോഹങ്ങളുടെ കാലം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നത്തെ മനോരമയുടെ 3-ാം പേജിൽ, വർത്തമാനം 3-ാം പേജിൽ സ്നേഹ എന്ന് പറയുന്ന ഒരു മകളുടെ മരണ വാർത്തയെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കൂടെ ഉണ്ട്. പറഞ്ഞു വരുന്നത്, അജ്ഞതയുടെ വ്യാമോഹങ്ങളുടെ കാലം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം തന്നെയാണ്. അപ്പോൾ അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ആ വ്യാമോഹങ്ങൾക്ക് ഇനി വിധേയരാകരുത്. തുടർന്ന് മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. നിങ്ങളെ വിളിച്ചവൻ പാപമേൽക്കാത്തവനാണ്, പാപത്തിന്റെ മാലിന്യത്തിൽ പങ്കുചേരാത്തവനാണ്, പാപത്തിന്റെ മാലിന്യവുമായി അഡ്ജസ്റ്റ്മെന്റ് നടത്താത്തവനാണ് നിങ്ങളെ വിളിച്ചവൻ. അപ്പോൾ നിങ്ങളും അതുപോലെ പാപവുമായി ഒരു തരത്തിലും അഡ്ജസ്റ്റ്മെന്റ് നടത്താത്തവരായിരിക്കുവിൻ.
ഒരു മകള് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് 3 പേരുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതിനെന്താ കുഴപ്പം? 3 അല്ല 30 ആയിക്കോട്ടെ ഇല്ലേ? ഫേസ്ബുക്കിൽ 5000 പേരാണ് ഫ്രണ്ട്സ്. 5000 കഴിഞ്ഞാൽ പിന്നെ ലിമിറ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? മാക്സിമം 5000 പേരാണ്. ചില ആളുകൾ വന്നിട്ട് പറയും, ഞാൻ അച്ഛൻ്റെ ഫ്രണ്ടാണ്. മോനെ നീ അച്ഛൻ്റെ ഫ്രണ്ടാണോ? ആ, എവിടെയാണ്? ഫേസ്ബുക്കിൽ. അച്ഛൻ ഈ ഫേസ്ബുക്ക് തുറന്നിട്ട് 5 കൊല്ലമായി. ആ വിലയിൽ വരുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ്റെ അത് നിറഞ്ഞു കിടക്കാണ്. പിന്നെ അത് തുറന്നിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി പറഞ്ഞു എനിക്ക് 3 പേര്, പക്ഷെ ഇതിൽ 2 പേരുമായിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അവരെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. മോളുടെ വീട് എവിടെയാണ്? കാസർഗോഡ്. ഈ 2 പേരുടെ വീട് എവിടെയാണ്? തിരുവനന്തപുരത്ത്. കുഴപ്പമില്ല, വന്ദേ ഭാരതൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാം. ഹല്ലേലൂയ. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. പല പ്രാവശ്യം അവരുമായി ഒരുമിച്ച് ഞാൻ വീഡിയോ കോൾ ചെയ്ത് പാപം ചെയ്തിട്ടുണ്ട്. അതാണ് പ്രശ്നം. കൂടുതൽ പറയുന്നു, അത്രയും കർത്താവ് പറയുകയാണ്, നിന്റെ ദൈവം ഇതാ ഈ പാപമാലിന്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനായതുപോലെ നീയും പാപത്തിന്റെ കളങ്കങ്ങളിൽ നിന്ന് കുഞ്ഞേ മാറി നിൽക്കണം എന്ന്. ഒരു മകന് അടുത്തിടെ ഉണ്ടായ സംഭവമാണ്. ഒരു മകന് ബ്രെയിനിൽ ഒരു എക്സ്ട്രാ ഗ്രോത്ത് വന്നിരിക്കുക. എല്ലാ സ്കാനിങ്ങും ഒക്കെ പഠിച്ചത് എങ്ങനെ വന്നു എന്നുള്ള പഠന റിപ്പോർട്ട്, പ്രിയപ്പെട്ടവരെ, ഒടുവിൽ പഠന റിപ്പോർട്ട് പറയുകയാണ്, സ്ക്രീൻ കണ്ട് അതായത് ഈ മൊബൈല് നോക്കിയിരുന്ന് കണ്ണിന്റെ ഞരമ്പുകളിലൂടെയാണ് ഇവന്റെ ബ്രെയിനിലെ ഞരമ്പുകൾക്ക് ഇപ്രകാരം ഒരു രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്ന്. കുഞ്ഞുമക്കള് കാണുന്നത് നല്ലതായിക്കൊള്ളട്ടെ ചീത്തയായിക്കൊള്ളട്ടെ, കൂടുതലും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. കൂടുതലും ഇത് കണ്ട് എന്ത് സംഭവിക്കും എന്ന് ഉള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അച്ഛൻ പറഞ്ഞത്. കണ്ണ് കണ്ട് ഞരമ്പുകളിലൂടെ ചില ഇൻഫെക്ഷൻ, കണ്ണിന്റെ ഞരമ്പിലൂടെ ഇൻഫെക്ഷൻ കയറിയിട്ട് ബ്രെയിനിന്റെ ഒരു ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്ത് വീർത്തിരിക്കുകയാണ്. പഠന റിപ്പോർട്ടാണ്. അപ്പോൾ തിരിച്ചു വരാം. നിങ്ങൾ അജ്ഞതയുടെ കാലങ്ങളിൽ എന്നതുപോലെ ഇനി വിധേയരാകരുത്. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധനായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ദൈവം അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർത്താവ് നമ്മളോട് പറഞ്ഞില്ല, ഞാൻ സർവശക്തനായിരിക്കുന്നത് പോലെ നിങ്ങളും സർവശക്തനായിരിക്കണമെന്ന്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല, ഞാൻ സർവജ്ഞാനിയായിരിക്കുന്നത് പോലെ നിങ്ങളും സർവജ്ഞാനിയായിരിക്കണമെന്ന്. പക്ഷേ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ, ഞാൻ പാപത്തിൽ നിന്ന് മാറി ഉയർന്നു നിൽക്കുന്നത് പോലെ നിങ്ങളും സാഹചര്യങ്ങളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന്, കണ്ണിന്റെയും ശരീരത്തിന്റെയും ഹൃദയത്തിന്റെയും ദുർമോഹങ്ങളിൽ നിന്ന് മാറി ഞാനായിരിക്കുന്നത് പോലെ പരിശുദ്ധരായിരിക്കണമെന്ന് കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ഒരാഗ്രഹമാണ്. ഈശോയുടെ ഈ ആഗ്രഹത്തോട് എന്റെ ഹൃദയം ചേർത്ത് വെച്ച് ഞാൻ ഈശോയെ എന്ന് വിളിക്കുമ്പോഴാണ് എന്റെ പ്രാർത്ഥന യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നത്. ഞാൻ പാപത്തിൽ നിന്ന് മാറി നിൽക്കാതെ പാപത്തിൽ തന്നെ കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുകയും ഞാൻ ഈശോയെ എന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നില്ല.
എന്റെ ഹൃദയത്തിൽ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധനാകാനുള്ള ആഗ്രഹവും തീരുമാനവും അതിനോടുള്ള കഠിനാധ്വാനവും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് ആ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നത്. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ തിരുവചനത്തിൽ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിന്റെ അവസാന ഭാഗം, കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. കൈയടിച്ച് നന്ദി പറയാം. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു പറയാം, കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടെ വീശിക്കൊണ്ട് പറയാം, 2 തിമോത്തി 2:19, കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പരിശുദ്ധരായി ജീവിക്കണമെന്ന കർത്താവിന്റെ ആഗ്രഹത്തെ കുറിച്ചുള്ള പ്രഭാഷണത്തിന്റെ അടുത്ത ഭാഗം അടുത്ത വ്യാഴാഴ്ച നമ്മൾ ധ്യാനിക്കുന്നതായിരിക്കും.